ഹലോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ. നോക്കിയാടാ, നമുക്കിവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. നോക്കിയേ റിലേഷൻ നോക്കിയേ, ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. ഓക്കെ, ഈ റിലേഷൻ നമുക്ക് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എടാ നോക്കിയേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആവുമ്പോൾ ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. ഇനി ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണ്ടേ. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണം. ഇവിടെ സെറ്റ് നോക്കിയടാ, ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് നമ്പറുകളും കാണും. നമ്മൾ തൊട്ട് മുമ്പ് ഏതോ ക്വസ്റ്റ്യനിലും ഇത് തന്നെയായിരുന്നു, എല്ലാ ടൈപ്പ് നമ്പറുകളും കാണും. ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, നെഗറ്റീവ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, അങ്ങനെ എല്ലാ നമ്പറും നമ്മുടെ ഈ സെറ്റിൽ കാണും. ഈ എല്ലാ നമ്പറിൻ്റെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ വേണം, എന്നാലേ നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. എല്ലാവരുടെയും ഡബ്ലറ്റ് വേണം, എല്ലാവരുടെയും എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണം. ഒരാളുടെയെങ്കിലും എ കോമ എ, ഒരാളുടെയെങ്കിലും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ഓക്കെ അല്ലേ? എടാ അപ്പം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, കാരണം നമുക്കറിയാം ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടീഷൻ എന്താടാ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആണെങ്കിൽ ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആണെങ്കിൽ ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിൽ കാണും. എല്ലാ റിയൽ നമ്പർ എടുക്കുമ്പോൾ നമുക്ക് ഈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് തന്നെ കിട്ടണം, എന്നാലേ നമുക്ക് എല്ലാ എ കോമ എയും നമ്മുടെ റിലേഷനിലുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും കേസിൽ ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എല്ലാവരുടെയും കേസിൽ കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മൾ സാധാ നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സാധാ നമ്പറൊക്കെ എടുത്താൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരും. നമുക്കിവിടെ ഫ്രാക്ഷൻ എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ എടുക്കാം. 1/2 1/2 ഫ്രാക്ഷനാണ്. 1/2നെ നമുക്ക് എ എന്ന് എടുക്കാം. അപ്പോൾ എ ക്യൂബ് എന്ത് വരുവാടാ? 1/2ൻ്റെ ക്യൂബ്. 1/2ൻ്റെ ക്യൂബ് അതെന്ത് വരുവാടാ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ ക്യൂബ്. 1ൻ്റെ ക്യൂബ് 1/2ൻ്റെ ക്യൂബ് 8. എടാ ഇത് കറക്റ്റാണോ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 ആണോ? അല്ല, ഇത് റോങ് ആണ്, ഇത് തെറ്റാണ്. 1/2 എന്ന് പറയുന്നത് 1/8നേക്കാൾ ചെറുതാണ്. അല്ല, 1/2 എന്താണ്? 1/8നേക്കാൾ വലുതാണ്. 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/8 ആണ്. ഇതാണ് കറക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാ വാല്യൂസിലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്നായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഫ്രാക്ഷൻ്റെ കേസ് എടുത്തപ്പോഴത്തേക്ക് എന്താണ്? 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/8. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്നാണ് ഫ്രാക്ഷൻ്റെ കേസിൽ വരുന്നത്. അപ്പം നമുക്ക് പറയാം ഫ്രാക്ഷൻ്റെ എന്താണ്? ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ വരത്തില്ല. അപ്പം നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ നോക്കിയേ, ഇവിടെ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1/2, 1/2 നോട്ട് ബിലോങ്സ് ടു ആർ നമ്മുടെ റിലേഷനിൽ കാണത്തില്ല. ഓക്കെ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ 1/2ൻ്റെ ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ വേണമായിരുന്നു. പക്ഷേ ഇവിടെ 1/2ൻ്റെ ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ എന്താടാ? റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഓക്കെ, ഇനി നമുക്ക് സിമ്മട്രിക്കിൻ്റെ കേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാല്യൂ എടുക്കാം. 1 എന്താടാ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബാണ്. 1 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും?
1,2 ബിലോങ്സ് ടു ആർ. 1,2 നമ്മുടെ റിലേഷനിലുണ്ട്. 1,2 നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ 2,1 നമ്മുടെ റിലേഷനിൽ വേണം, എന്നാലേ റിഫ്ലക്സീവ് ആകത്തുള്ളൂ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയാം 1,2 നമ്മുടെ റിലേഷനിലുണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുവാടാ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് എന്ന് എഴുതാൻ പറ്റുവാ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറ്റുവാ? ഇല്ല, ഇത് തെറ്റാണ്. 2 എന്താടാ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബാണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. 1,2 നമ്മുടെ റിലേഷനിലുണ്ട്, 2,1 നമ്മുടെ റിലേഷനിലില്ല. അപ്പം നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ, സിമ്മട്രിക് അല്ല. ക്ലിയർ അല്ലേ? ആർ എന്ന് പറയുന്ന റിലേഷൻ സിമ്മട്രിക് അല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാല്യൂ എടുക്കാം. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് അല്ലേ? 5 എന്ന് പറയുന്നത് 2 ക്യൂബിനേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് പറയാം 5,2 ബിലോങ്സ് ടു ആർ. 5,2 നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി നോക്കിയടാ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 ക്യൂബ്. 2 എന്ന് പറയുന്നത് ഇവിടെ 2-ൽ തീരുന്നതുകൊണ്ട് നമ്മളിവിടെ 2-ൽ തുടങ്ങണം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5ൻ്റെ ക്യൂബ് അല്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5ൻ്റെ ക്യൂബ് 3.375 ആണ്. നോക്കിയേ, 2 എന്താടാ, 3.375നേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് പറയാം 2,1.5 ബിലോങ്സ് ടു ആർ. ഈ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിലുണ്ട്. 5,2 ഉണ്ട്, 2,5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷനിൽ 5,1.5ഉം വേണം. ഇതില്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. എടാ, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5ൻ്റെ ക്യൂബാണാടാ. എന്ന് വെച്ചാൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.375 ആണ്. അല്ല, ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? 5 എന്താടാ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.375 ആണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 5,1.5 നോട്ട് ബിലോങ്സ് ടു ആർ. നോക്കിയേ, 5,2 റിലേഷനിലുണ്ട്, 2,1.5 റിലേഷനിലുണ്ട്. പക്ഷേ 5,1.5 നമ്മുടെ റിലേഷനിലില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാടാ? therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്താടാ, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവും അല്ല, സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദിസ് സെറ്റ് 1,2,3 given by r equal to set of ordered pair 1,2, 2,1 is symmetric but neither reflexive nor transitive. ഈ റിലേഷൻ സിമ്മട്രിക് ആണ്, പക്ഷേ റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവുമല്ല. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇവിടെ സെറ്റ് നോക്കിയേ, സെറ്റ് 1,2,3. ഈ സെറ്റിൽ നിന്നുമാണ് നമ്മുടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ നോക്കിയേ, ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1,2, 2,1. നമുക്കിത് റിഫ്ലക്സീവ് അല്ല. ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല. കാരണം എന്താടാ, ഈ സെറ്റിൽ ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമായിരുന്നെങ്കിൽ നമ്മുടെ റിലേഷനിൽ 1,1 വേണമായിരുന്നു, 2,2 വേണമായിരുന്നു, 3,3 വേണമായിരുന്നു. ഇവന്മാർ 3 പേരും ഒരുമിച്ചുണ്ടെങ്കിലേ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എന്താടാ, ഇവന്മാരാരും ഈ റിലേഷനിലില്ല. നോക്കിയേ, 1,1 നോട്ട് ബിലോങ്സ് ടു ആർ, 2,2 നോട്ട് ബിലോങ്സ് ടു ആർ, 3,3 not belongs to R. Therefore, R is not
റിഫ്ലക്സീവ്. ആർ എന്താടാ? റിഫ്ലക്സീവ് അല്ല. ഓക്കെ അല്ലേ? അടുത്തത് സിമ്മട്രിക്കിൻ്റെ കേസ്. സിമ്മട്രിക്കിൻ്റെ കേസ് എന്താടാ? എ കോമ ബി നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ ബി കോമ എയും വേണം. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ സിമ്മട്രിക്കാണ്. ഇനി ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, എന്നാലും നമ്മുടെ റിലേഷൻ സിമ്മട്രിക്കാണ്. ഒരാളുണ്ടായിട്ട് അടുത്ത ആളില്ലെങ്കിലാണ് നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആകാതെ വരുന്നത്. ഇവിടെ നോക്കിയാടാ 1,2 നമ്മുടെ റിലേഷനിലുണ്ട്. 1,2 ഉണ്ടെങ്കിൽ 2,1 വേണം. 2,1 നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പം നമ്മുടെ റിലേഷൻ എന്താടാ? സിമ്മട്രിക് ആണ്. ഇവിടെ നോക്കിയേ 1,2 ബിലോങ്സ് ടു ആർ ആൻഡ് 2,1 ബിലോങ്സ് ടു ആർ. 1,2 ഉണ്ട്, 2,1 ഉണ്ട്. അപ്പം നമ്മുടെ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണ്. ദെയർഫോർ ആർ ഈസ് സിമ്മട്രിക്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ നോക്കാം. ഇവിടെ നോക്കിയടാ, ഓർഡേർഡ് പെയർ 1,2 ബിലോങ്സ് ടു ആർ. 1,2 റിലേഷനിലുണ്ട്. ഓർഡേർഡ് പെയർ 2,1 ബിലോങ്സ് ടു ആർ. ഇതും റിലേഷനിലുണ്ട്. ഈ ഓർഡേർഡ് പെയർ നോക്കിയടാ 2-ൽ തീർന്ന്. ഈ ഓർഡേർഡ് പെയർ 2-ൽ തുടങ്ങി. അങ്ങനെയാണ് ഇവന്മാരെ മാറ്റുക. ബാക്കി ക്രോസ് കിടക്കുന്നവരെ നോക്കിയേ 1ഉം 1ഉം. ഓർഡേർഡ് പെയർ 1,1. ഇത് നമ്മുടെ റിലേഷനിലുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്താടാ? ട്രാൻസിറ്റീവ് അല്ല. ഇവന്മാർ 3 പേരും നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആയേന. ഇനി ഇവന്മാർ രണ്ടും ഇല്ല, ഇവൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരുന്നേന. 2 പേരുണ്ടായിട്ട് മൂന്നാമത്തെ ആളില്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതും കൂടി പറയാം, ഇങ്ങനെയും കൂടി പറയാം. ഓർഡേർഡ് പെയർ 2,1 ബിലോങ്സ് ടു ആർ. 2,1 റിലേഷനിലുണ്ട്. 1,2ഉം റിലേഷനിലുണ്ട്. ഇവിടെ നോക്കി, ഇത് 2-ൽ തീർന്ന്, ഇവിടെ 1-ൽ തീർന്ന്, ഇവിടെയും 1-ൽ തീർന്ന്. ക്രോസ് കിടക്കുന്ന ആളെ നോക്കിയേ, ഓർഡേർഡ് പെയർ 2,2. ഇത് റിലേഷനിലുണ്ടോ? ഇതും റിലേഷനില്ല. നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോഴും എന്താടാ? ആ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഓഫ് all the books in a library of a college given by R equal to set of ordered pair x comma y such that x and y have same number of pages is an equivalence relation. നമ്മുടെ സെറ്റ് നോക്കിയാടാ. സെറ്റ് എ എന്ന് പറയുന്ന സെറ്റാണ്. എ എന്ന് പറയുന്ന സെറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താണ് ആ സെറ്റ്? ഓൾ ദി ബുക്സ് ഇൻ എ ലൈബ്രറി ഓഫ് എ കോളേജ്. ഒരു കോളേജ് ലൈബ്രറിയിലെ എല്ലാ ബുക്സും, ഇതാണ് നമ്മുടെ സെറ്റിലുള്ളത്. ഒരു കോളേജ് ലൈബ്രറിയിലെ എല്ലാ ബുക്സും, ഇതാണ് നമ്മുടെ സെറ്റ് എയിലുള്ളത്. ഞാൻ പ്രത്യേകിച്ച് എഴുതണ്ടല്ലോ സെറ്റ്. റിലേഷൻ എന്താണ്? എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജ്. എക്സ് എന്ന് പറഞ്ഞ ബുക്കിനും വൈ എന്ന് പറഞ്ഞ ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജ് ആണെങ്കിൽ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. എടാ, എക്സും വൈയും ഇത് രണ്ടും ഞാൻ ഈക്വൽ എന്ന് പറയുവാണേ. സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ഈക്വൽ ടു വൈ എന്ന് എടുക്കുവാണേ. എക്സ് ഈക്വൽ ടു വൈ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എക്സിനും വൈക്കും സെയിം നമ്പർ ഓഫ് പേജസ് എന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ റിലേഷനിൽ കാണും. ഇനി നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് നമ്മുടെ റിലേഷനിൽ കാണണ്ടേടാ. ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് നമ്മുടെ റിലേഷനിൽ കാണണ്ടേ? നമ്മുടെ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്കും അതിൻ്റെ എക്സ് കോമ എക്സ് നമ്മുടെ റിലേഷനിൽ കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് കോമ വൈ നമ്മുടെ റിലേഷനിൽ കാണും. നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ പറ്റുമല്ലോ. അവിടെ തെറ്റൊന്നുമില്ലല്ലോ. എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ.
ഇനി നോക്കിയേ വൈ ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റത്തില്ലേ? വൈ ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റും. അപ്പോഴും നമുക്ക് പറയാം ഓർഡേർഡ് പെയർ വൈ കോമ വൈ ബിലോങ്സ് ടു ആർ. ഇവിടെ ഏത് ബുക്ക് എടുത്താലും ആ ബുക്ക് അതിനോട് തന്നെ സെയിം അല്ലേടാ? ഏത് ബുക്ക് എടുത്താലും ആ ബുക്ക് അതിനോട് തന്നെ സെയിം ആണ്. അപ്പം നമുക്ക് പറയാം എല്ലാ ബുക്കിൻ്റെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ കാണും. അതാണ് ഈ എക്സ് കോമ എക്സും ഈ വൈ കോമ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് റിഫ്ലക്സീവ്. ആർ എന്താടാ? റിഫ്ലക്സീവ് ആണ്. ഓക്കെ, അടുത്തത് സിമ്മട്രിക്കിൻ്റെ കേസ് നോക്കാം. സിമ്മട്രിക്കിൻ്റെ കേസ് എന്താടാ? ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ. എ കോമ ബി നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ബി കോമ എയും നമ്മുടെ റിലേഷനിൽ വേണം. ഇനി ഇവന്മാർ രണ്ടുപേരും നമ്മുടെ റിലേഷൻ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, പ്രശ്നമില്ല, സിമ്മട്രിക്ക് തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഇല്ലാത്ത കേസ് നമുക്ക് നോക്കണ്ട, രണ്ടുപേരും ഉള്ള കേസ് നമുക്ക് നോക്കാം. അങ്ങനെയല്ലേ നമ്മൾ സിമ്മട്രിക് ആണ് എന്ന് നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നോക്കിക്കോണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതാവേ. ഇഫ് എക്സ് ഈക്വൽ ടു വൈ, എക്സ് വൈയിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഇപ്പം നമ്മുടെ റിലേഷനിൽ എക്സ് കോമ വൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ കോമ എയും വേണ്ടേടാ? വൈ കോമ എയും വേണ്ടേ? നമുക്കിങ്ങനെ എഴുതാമല്ലോ. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നും പറഞ്ഞെടുക്കാമല്ലോ. എക്സ് എന്ന് പറഞ്ഞ ബുക്ക് വൈ എന്ന് പറഞ്ഞ ബുക്കിനോട് സെയിം നമ്പർ ഓഫ് പേജ് ആണെങ്കിൽ നമുക്ക് പറയാം വൈ എന്ന് പറയുന്ന ബുക്കും എക്സ് എന്ന് പറയുന്ന ബുക്കും എന്താടാ? സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. തിരിച്ചു എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നും എഴുതാം. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ വൈ കോമ എക്സ് ബിലോങ്സ് ടു ആർ. ക്ലിയർ അല്ലേ? ഇങ്ങനെ നമ്മൾ ഏത് എക്സും വൈയും എടുത്താലും അവിടെ എന്താണ്? വൈയും എക്സും നമ്മുടെ റിലേഷനിൽ കാണും. ക്ലിയർ അല്ലേ? സെയിം പേജുള്ള ഏത് രണ്ട് ബുക്ക് എടുത്താലും എക്സും വൈയും എടുത്താലും വൈയും എക്സും നമ്മുടെ റിലേഷനിൽ കാണും. അപ്പോൾ നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് സിമ്മട്രിക്. ആർ എന്താടാ? സിമ്മട്രിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നോക്കിയേ. ഇഫ് എക്സ് ഈക്വൽ ടു വൈ, എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും എക്സ് എന്ന് പറഞ്ഞ ബുക്കിനും വൈ എന്ന് പറഞ്ഞ ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജ് ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഇനി നോക്കിയടാ, ഇനി ഞാൻ പറയുവാണേ വൈ ഈക്വൽ ടു ഇസഡ് എന്ന് എടുക്കുവാണേ. വൈ ഈക്വൽ ടു ഇസഡ്, നമുക്കിവിടെ 3 ബുക്കല്ലേ വേണ്ടത്, അപ്പോഴല്ലേ ട്രാൻസിറ്റീവിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുവാണേ. വൈ എന്ന് പറഞ്ഞ ബുക്കിനും ഇസഡ് എന്ന് പറഞ്ഞ ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജ് ആണ്. അപ്പോൾ എനിക്ക് പറയാം വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആർ. ഇനി നമുക്ക് എന്താണ്? ഇവിടെ എക്സ് കോമ വൈ ഉണ്ട്, വൈ കോമ ഇസഡ് ഉണ്ട്. ഇനി നമ്മുടെ റിലേഷനിൽ എക്സ് കോമ ഇസഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം. എക്സ് കോമ ഇസഡ് വന്നാൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകും. എക്സ് കോമ ഇസഡ് വന്നില്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകത്തില്ല. എടാ വരുവാടാ. അതിന് വേണ്ടിയിട്ട് എക്സും വൈക്കും സെയിം നമ്പർ ഓഫ് പേജ് ആണെന്ന് ഞാൻ എടുക്കുവാണേ. അപ്പോൾ എക്സിന് ഞാൻ 100 പേജ് എന്ന് എടുക്കാം, വൈക്കും 100 പേജാണ്. ഇവിടെ നോക്കിയടാ, വൈ ഈക്വൽ ടു ഇസഡ്. വൈ എന്ന് പറഞ്ഞാൽ 100 പേജാണ്. അപ്പോൾ ഇസഡ് എന്തായിരിക്കും? 100 പേജ് ആയിരിക്കും. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ എടാ എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? എക്സും 100 വൈയും എക്സും 100 ഇസഡും 100. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയാം. എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയാൻ പറ്റിയാൽ എക്സ് എന്ന് പറഞ്ഞ ബുക്കിനും ഇസഡ് എന്ന് പറഞ്ഞ ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജ് ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് കോമ ഇസഡ് ബിലോങ്സ് ടു ആർ. എക്സ് കോമ ഇസഡും നമ്മുടെ റിലേഷനിൽ കാണും. ഇവിടെ നോക്കിയാൽ 3 പേരും വന്നില്ലേ? അങ്ങനെ നമ്മൾ ഏത് ബുക്ക് എടുത്താലും എക്സും വൈയും ഇസഡും നമ്മൾ ഏത് ബുക്ക് ഈ കണ്ടീഷൻ ഫോളോ ചെയ്തെടുത്താലും നമുക്ക് ഈ 3 ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ കാണും. അപ്പം നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ എന്താടാ? ട്രാൻസിറ്റീവ് ആണ്. നോക്കിയേ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദെയർഫോർ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ആർ എന്താടാ? ആർ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ആർ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇവന്മാർ 3 പേരും കൂടിയുള്ളതിനെയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം.
ലെറ്റ് ആർ ബി ദി റിലേഷൻ ഇൻ ദി സെറ്റ് ക്യാപിറ്റൽ ലെറ്റർ എൻ ഗീവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി മൈനസ് 2 ബി ഗ്രേറ്റർ ദാൻ 6. ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ഓർഡേർഡ് പെയർ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കിയടാ, എ ഈക്വൽ ടു ബി മൈനസ് 2 ആണ്. എ എന്താടാ? ബി മൈനസ് 2 ആണ്. ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 6 ആണ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ ഓർഡേർഡ് പെയർ എടുത്ത് എ ആരാടാ? ഇവിടെ എ 2 ആണ്. 2 ഈക്വൽ ടു ബി ആരാടാ? 4 അല്ലേ? 4 മൈനസ് 2, 2 ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഈ ഓർഡേർഡ് പെയർ എടുക്കാൻ പറ്റുമോ? ഈ ഓർഡേർഡ് പെയർ എടുക്കാൻ പറ്റുമോ? 2,4. ഇവിടെ നമുക്ക് എ ഈക്വൽ ടു ബി മൈനസ് 2 എന്ന് കിട്ടി. നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. ബിയുടെ വാല്യൂ 6-നേക്കാൾ വലുതായിരിക്കണം. ബിയുടെ വാല്യൂ ഇവിടെ 4 ആണ്. അപ്പോൾ ഇത് നമ്മുടെ റിലേഷനിൽ വരത്തില്ല. അടുത്ത നോക്കിയേ, എ ഇവിടെ 3 ആയിട്ട് എടുക്കാം. 3 ഈക്വൽ ടു 8 മൈനസ് 2 എന്ന് എഴുതാൻ പറ്റുമോ? 3 ഈക്വൽ ടു 6 ആണ്. അല്ല, 3 നോട്ട് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഇതും റിലേഷനിൽ കാണത്തില്ല. ഇത് നോക്കിയടാ, 6 ഈക്വൽ ടു 8 മൈനസ് 2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. 6 ഈക്വൽ ടു 6. നോക്കിയടാ, ഇവിടെ നമ്മുടെ ബിയുടെ വാല്യൂ നോക്കിയേ. ബി ഇവിടെ 8 ആണ്. 8 എന്ന് പറയുന്നത് 6-നേക്കാൾ വലുതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്ന് നോക്കിയേക്കാം. 8 ഈക്വൽ ടു 7 മൈനസ് 2 എന്ന് എഴുതാൻ പറ്റുമോ? 8 ഈക്വൽ ടു 5 ആണ്. അല്ല, 8 നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ ഇതും അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.